റബ്ബർ ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി അപേക്ഷകൾ നവംബർ 16 വരെ സമർപ്പിക്കാം. 2017 നിർത്തിവെച്ച സബ്സിഡിയാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. 1 ഹെക്ടറിന് 40,000 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക. റബ്ബർ ബോർഡ് സബ്സിഡി അപേക്ഷകൾ സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പ്ലസ് പോർട്ടൽ വഴിയാണ്. തോട്ടത്തിലെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ച് പുതുതായി തൈ നടുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അപേക്ഷകൾ ഫീൽഡ് ഓഫീസർമാരെ പരിശോധനയ്ക്ക് ശേഷം ഓൺലൈനായി അപ്ലോഡ് ചെയ്യാമെന്ന് റബ്ബർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ റബ്ബർ കൃഷി വ്യാപനത്തിനുള്ള പുതിയ കേര പദ്ധതിയിലേക്കും സബ്സിഡിക്ക് ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷിക്കാം. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. എന്നാൽ സബ്സിഡി വിതരണത്തിൽ പ്രാദേശിക വിവേചനം നിലനിൽക്കുന്നുവെന്ന് കർഷകർ ആരോപിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ തുടങ്ങിയ പരമ്പരാഗത റബ്ബർ കൃഷി മേഖലകൾക്ക് ഹെക്ടറിന് 40,000 രൂപ മാത്രമാണെങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതേ കൃഷിക്ക് 1.5 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഗോത്രവർഗ മേഖലകളിൽ റബ്ബർ തൈ നട്ട് പരിപാലനത്തിനും ടാപ്പിങ്ങിനും പ്രത്യേക പരിശീലനവും ലഭ്യമാണ്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ പരമ്പരാഗത മേഖലകളിലെ കർഷകർക്ക് ലഭ്യമല്ല.